ഗുഡ് മോർണിംഗ് റിപ്പോർട്ടറിലേക്ക് തിരികെ എത്തുമ്പോൾ ഇനി കൊല്ലത്തേക്കാണ് പോകുന്നത്. കൊല്ലത്ത് 73കാരി നേരിട്ടത് ക്രൂരമായ ലൈംഗിക പീഡനമെന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ. നിവർന്നു നിൽക്കാൻ പോലും ശേഷിയില്ലാത്ത വയോധികയെയാണ് പീഡിപ്പിച്ചത്. വായിൽ തുണി തിരുകി കയറ്റി ക്രൂരമായി മർദ്ദിച്ചെന്നും കൊല്ലം വെസ്റ്റ് CI പറഞ്ഞു. കേസിൽ തങ്കശ്ശേരി സ്വദേശി ജോസഫിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ദിലീപ് ദേവസ്യയുടെ വിശദാംശങ്ങളുമായി. ദിലീപ്, അതിക്രൂരമായ പീഡനം തന്നെയാണ് നടന്നിരിക്കുന്നത്. 73കാരിയെ ക്രൂരപീഡനത്തിന് ഇരയാക്കിയിരിക്കുന്നു യുവാവ്. പോലീസ് നൽകുന്ന വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അവരുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയുണ്ട്? ആര്യ, ഇപ്പോഴും ആ പീഡനം നേരിട്ട വീട്ടമ്മ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അതീവ ഗുരുതരമായ അവസ്ഥയിൽ തന്നെയാണ്. അവർ ഒറ്റയ്ക്ക് താമസിക്കുകയാണ്. 73 വയസ്സുള്ള ആ സ്ത്രീയുടെ വീടിന് തൊട്ടടുത്ത് ഒരു വർഷം മുൻപ് ഈ ജോസഫ് വാടകയ്ക്ക് താമസിച്ചിരുന്നു. പുലർച്ചയോടുകൂടി ഇവിടെ വീട്ടിൽ അതിക്രമിച്ച് കയറിയ ജോസഫ് ഇവരെ നിലത്തിട്ട് അടിക്കുകയും ശേഷം ബഹളം വെക്കാൻ തുടങ്ങിയപ്പോൾ ഇവരുടെ വായിൽ കൈ കയറ്റി വെച്ചു, അതായത് തൊണ്ടയിലടക്കി എത്തുന്ന തരത്തിൽ കൈ കയറ്റി അവർക്ക് തൊണ്ടയിൽ മുറിവുണ്ടാകുന്ന തരത്തിൽ ശബ്ദം വെക്കാൻ പറ്റാത്ത തരത്തിൽ അവരെ നിലത്ത് വീഴ്ത്തുകയും പിന്നീടാണ് ലൈംഗികമായി പീഡിപ്പിക്കുകയും ചെയ്തത്. ഗുരുതരമായി പരിക്കേറ്റ ഇവർ ഇപ്പോഴും ചികിത്സയിലാണ്. ആ ഇൻസ്പെക്ടർ നമ്മളടുത്ത് പറഞ്ഞത് അവരുടെ നിവർന്നു നിൽക്കാൻ പോലും ശേഷിയില്ലാത്ത ഒരു വീട്ടമ്മയാണ്, അതായത് ആരുമില്ലാത്ത ഒരു വീട്ടമ്മയാണ് ഇവർ പീഡിപ്പിച്ചിരിക്കുന്നത്. സംഭവം നടന്ന് ഇവരെ അയൽവാസികളാണ്, അതായത് ഒരു സമയം കഴിഞ്ഞ് എണീക്കാത്തത് കൊണ്ട് നോക്കിയപ്പോഴാണ് ഇവർ നിലത്ത് വീണ് അവശയായി കിടക്കുന്നത് കണ്ടത്. തുടർന്ന് ഇവരെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ഇവർ ആശുപത്രിക്കാരോട് കാര്യം പറയുന്നു. ഡോക്ടർ ഉടൻ തന്നെ പോലീസിൽ വിവരം അറിയിക്കുന്നു. പോലീസ് എത്തിയപ്പോൾ ഈ വീട്ടമ്മ എല്ലാ കാര്യങ്ങളും പറയുന്നു, ആളെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നു. പിന്നീട് വൈകിട്ടോടുകൂടെ തന്നെ ഈ പ്രതിയെ പിടികൂടുകയും ചെയ്തു. ഈ പ്രതിക്ക് നേരത്തെയും ക്രിമിനൽ പശ്ചാത്തലമുണ്ട്, ലഹരി അടക്കം ഉപയോഗിക്കുന്ന ആളാണെന്നാണ് പോലീസ് പറയുന്നത്. 33 വയസ്സുള്ള തങ്കശ്ശേരി സ്വദേശിയായ ജോസഫാണ് പിടിയിലായത്. അതിക്രൂരമായ പീഡനത്തിനാണ് ആ വീട്ടമ്മ ഇരയായതെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ റിപ്പോർട്ടറിനോട് പറഞ്ഞിരുന്നത്. ആദ്യ ദിലീപ്, ക്രൂരമായ പീഡനത്തിന് ഇരയായി എന്ന് പറയുമ്പോൾ ഇയാൾ ആ പ്രദേശവാസി തന്നെയായിരുന്നോ? എന്താ ഇയാൾക്ക് ക്രിമിനൽ പശ്ചാത്തലവും ഉള്ളതായി അറിയുന്നു? എങ്ങനെയാണ് ഇയാൾ ആ പ്രദേശത്തേക്ക് എത്തുന്നത്? അങ്ങനെയുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? ഇയാൾ സ്വന്തം വീട്ടുകാരുമായി യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ലാതെ വഴിയരികിൽ കിടക്കുന്നതും മറ്റു കാര്യങ്ങളുമാണ്. ഒരു വർഷം മുമ്പ് ഈ പീഡനത്തിനിരയായ വീട്ടമ്മയുടെ സമീപത്തെ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചിരുന്നു. ഈ ശക്തികുളങ്ങര ഒരു ബോട്ടിൽ മീൻ വാരുന്നതുമായുള്ള ബന്ധപ്പെട്ടുള്ള തൊഴിലിന് പോവുകയും അവിടുന്ന് ഒരു ദിവസം തൊഴിലിന് പോയാൽ അവിടുന്ന് കിട്ടുന്ന തുക കൊണ്ട് മദ്യപിക്കുന്ന ഒരു ശീലമുള്ള ആളാണ്. ഇയാൾക്ക് വലിയ കുടുംബങ്ങളുമായിട്ട് അടുത്ത ബന്ധമൊന്നുമില്ല. അങ്ങനെയാണ് ഈ വീട്ടിൽ ഈ സ്ത്രീ ഒറ്റയ്ക്ക് താമസിക്കുന്നു എന്നുള്ള വിവരം ലഭിക്കുന്നത്. പുലർച്ചെ 3 മണിയോടുകൂടിയാണ് ഇവരുടെ വീട്ടിൽ പിൻവാതിൽ പൊളിച്ചുകൊണ്ട് ഇവർ അകത്തോട്ട് കയറുന്നതും. അവിടെ വെച്ചിട്ടാണ് ഈ വീട്ടമ്മയെ 73 വയസ്സായ നിവർന്ന് നിൽക്കാൻ പോലും ശേഷിയില്ലാത്ത വീട്ടമ്മയെ കട്ടിൽ നിന്ന് നിലത്ത് വലിച്ചിടുകയും അവിടെ വെച്ച് ലൈംഗികമായി പീഡിപ്പിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഇവർക്ക് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞതുപോലെ ഈ സ്ത്രീക്ക് നിവർന്ന് നിൽക്കാൻ പോലും കഴിവില്ല. 73 വയസ്സുള്ള ഒരു വീട്ടമ്മയെ അതിക്രൂരമായി ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ തൊഴിലുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചപ്പോൾ ഇദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് ആരോടുമില്ല. ജോലിക്ക് വല്ലപ്പോഴും വരുമെന്നാണ് ബോട്ടുടമയും പറഞ്ഞിരിക്കുന്നത്. സുഹൃത്തുക്കളോ മറ്റാരും തന്നെ ഇയാൾക്കില്ല എന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. ആര്യ, ശരി, കൊല്ലത്താണ് 73കാരിക്ക് അതിക്രൂരമായ പീഡനം ഏൽക്കേണ്ടി വന്നത്. ദിലീപ് ദേവസ്യാണ് വിശദാംശങ്ങൾ നൽകിയത്.